മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 4 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്ലീസ് വാച്ച് പ്രീവിയസ് പാർട്സ് ഓഫ് അവർ ചാനൽ. In this section, discuss about 4 mark questions related to special funds. What are the main special funds in a non-profit organization? That is match fund, tournament fund, building fund, sports fund, prize fund and cricket fund. These are the main special funds in a non-profit organization. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഇത്തരം സ്പെഷ്യൽ ഫണ്ട്സുകൾ ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റിലൂടെയാണ് അവർ രേഖപ്പെടുത്തുന്നത്. അതെങ്ങനെയൊക്കെയെന്ന് നോക്കാം. ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ ഫണ്ട്സ്. സ്പെഷ്യൽ ഫണ്ട്സ് ആർ ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കേണ്ട ഐറ്റംസ് ആണ് സ്പെഷ്യൽ ഫണ്ട്സ്. ദി ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ടു സ്പെഷ്യൽ ഫണ്ട് ഈസ് ഷോൺ ഓൺ ദി അസറ്റ് സൈഡ്. സ്പെഷ്യൽ ഫണ്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലായിരിക്കും എൻറ്റർ ചെയ്യുന്നത്. ഇൻകം ഏൺഡ് ഓൺ സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഈസ് ആഡഡ് ടു ദി റെസ്പെക്റ്റീവ് ഫണ്ട്. ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഇൻകം ആ ഫണ്ടിന്മേലുണ്ടെങ്കിൽ അത് നമ്മൾ ആ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ സച്ച് സ്പെസിഫിക് പർപ്പസ് ബി ഡിഡക്റ്റഡ് ഫ്രം ദി സ്പെഷ്യൽ ഫണ്ട്. ഇനി നമുക്ക് ഈ എക്സ്പെൻസസ് ആണ് ലഭിക്കുന്നതെങ്കിലോ അത് നമ്മൾ ആ സ്പെഷ്യൽ ഫണ്ടിൽ നിന്ന് മൈനസ് ചെയ്യണം. ഇൻകം ആണെങ്കിൽ ആഡ് ചെയ്യണം, എക്സ്പെൻസസ് ആണെങ്കിൽ മൈനസ് ചെയ്യണം. ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദി ഫോളോയിങ് ഐറ്റംസ് ഇൻ ദി ബാലൻസ് ഷീറ്റ് ഓഫ് കൊൽക്കത്ത FC ഡ്യൂറിങ് ദി ഇയർ 2016-17. 2016-17 കൊൽക്കത്ത FCയുടെ താഴെ പറയുന്ന ഐറ്റംസ് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. ടൂർണമെൻറ്റ് എക്സ്പെൻസസ് 15,000. ടൂർണമെൻറ്റിന് വന്നേക്കുന്ന ചിലവുകൾ 15,000 രൂപ. റെസിപ്റ്റ്സ് ഫ്രം ടൂർണമെൻറ്റ് 10,000. ടൂർണമെൻറ്റിൽ നിന്ന് കിട്ടിയേക്കുന്ന റെസിപ്റ്റ്സുകൾ 10,000 രൂപ. ഫുട്ബോൾ ടൂർണമെൻറ്റ് ഫണ്ട് 50,000. ടൂർണമെൻറ്റ് ഫണ്ട് 50,000 രൂപ. ഡൊണേഷൻസ് ടു ടൂർണമെൻറ്റ് ഫണ്ട് 25,000. ടൂർണമെൻറ്റ് ഫണ്ടിലേക്ക് സംഭാവനയായി ലഭിച്ചത് 25,000 രൂപ. ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 70,000. ടൂർണമെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് 70,000 രൂപ. നമുക്കറിയാം ഈ ക്വസ്റ്റ്യനിൽ ടൂർണമെൻറ്റുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നേക്കുന്നത്. ടൂർണമെൻറ്റ് എന്ന് പറയുന്നത്, ടൂർണമെൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് സ്പെഷ്യൽ ഫണ്ട്സിൽ പെട്ട ഐറ്റമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യനിൽ ടൂർണമെൻറ്റ് ഫണ്ട് എന്നുള്ളൊരു സ്പെഷ്യൽ ഫണ്ടുമായി റിലേറ്റ് ചെയ്ത എക്സ്പെൻസസും ഇൻകംസുമാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. അപ്പം അതിൽ നിന്നിട്ട് ടൂർണമെൻറ്റ് ഫണ്ടിനെ ആദ്യം എടുത്തെഴുതുക. അതുമായി ബന്ധപ്പെട്ട ഇൻകംസ് എല്ലാം ആഡ് ചെയ്യുക, എക്സ്പെൻസസ് എല്ലാം മൈനസ് ചെയ്യുക. സോ ടൂർണമെൻറ്റ് ഫണ്ട് എടുത്തെഴുതുക. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ഇൻകംസ് എടുത്തെഴുതുക. ഇൻകംസിൽ ആദ്യം വരുന്നത് റെസിപ്റ്റ്സ് ഫ്രം ടൂർണമെൻറ്റ് 10,000. അതാണ് ആദ്യം വരുന്നത്. റെസിപ്റ്റുകളെല്ലാം നമ്മുടെ വരുമാനങ്ങളല്ലേ, അപ്പോൾ അത് ആഡ് എന്നും പറഞ്ഞ് കൊടുക്കുക. ആഡ് റെസിപ്റ്റ്സ് ഫ്രം ടൂർണമെൻറ്റ് 10,000. അതിനുശേഷം നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഡൊണേഷൻസ് ടു ടൂർണമെൻറ്റ് ഫണ്ട്. സംഭാവനയായിട്ട് കിട്ടിയത് 25,000 രൂപ. അപ്പോൾ അതും നമ്മുടെ വരുമാനമാണ്, അപ്പോൾ അതും ആഡിൽ കൊടുക്കാം. ഇനി വരുന്ന ഐറ്റം ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും ടൂർണമെൻറ്റ് എക്സ്പെൻസസുമാണ്. ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റാണ്, അതുകൊണ്ട് അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് ടൂർണമെൻറ്റ് എക്സ്പെൻസസ് ആണ്. ഈ പാട്ടിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരുന്നു, എക്സ്പെൻസസ് എന്ന് പറയുന്നത് മൈനസ് ചെയ്യേണ്ട ഐറ്റമാണ്. നമ്മുടെ ഫണ്ടുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഇൻകംസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ലാസ്റ്റ് മൈനസ് ചെയ്ത് കാണിക്കേണ്ടതാണ് ടൂർണമെൻറ്റ് എക്സ്പെൻസസ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് മൈനസ് ചെയ്യാം. 50,000-ഉം 10,000-ഉം 25,000-ഉം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 85,000. അതിൽ നിന്ന് ലെസ് ടൂർണമെൻറ്റ് എക്സ്പെൻസസ് ചെയ്യണം.
ടൂർണമെൻറ്റ് എക്സ്പെൻസസ് 15,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 70,000 70,000 രൂപയാണ് ഇതിൻ്റെ ആൻസറായിട്ട് കിട്ടുന്നത്. ടൂർണമെൻറ്റ് ഫണ്ടിൻ്റെ ബാലൻസായ 70,000 രൂപ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അതാണ് ആ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് ലയബിലിറ്റി സൈഡ് ബാലൻസ് ഷീറ്റിൽ നിന്ന്. അതെങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ബാലൻസ് ഷീറ്റിൽ ടൂർണമെൻറ്റ് ഫണ്ടിൻ്റെ കൂടെ ഇൻകംസ് എല്ലാം ആഡ് ചെയ്തു, എക്സ്പെൻസസ് മൈനസ് ചെയ്തു. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ അസറ്റ് സൈഡിലും എൻ്റർ ചെയ്തു. ക്ലിയർ? ഇനി ഈ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ട്. ബി പാർട്ട്, വാട്ട് വിൽ ബി ദി എഫക്റ്റ് ഇഫ് ടൂർണമെൻറ്റ് എക്സ്പെൻസസ് ഈസ് 90,000? ടൂർണമെൻറ്റ് എക്സ്പെൻസസ് നമുക്ക് നേരത്തെ തന്നത് എത്രയാണ്? 15,000. അതിന് പകരം 90,000 ആയാൽ ഈ പ്രോബ്ലത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ചെയ്യാം. നേരത്തെ ചെയ്ത അതേ മോഡൽ തന്നെ ടൂർണമെൻറ്റ് ഫണ്ട് എടുത്ത് എഴുതുക, അതിൻ്റെ കൂടെ ഇൻകംസ് അതുമായി റിലേറ്റ് ചെയ്ത എല്ലാ വരുമാനങ്ങളും ആഡ് ചെയ്യുക. അതിനുശേഷം ലെസ് ചെയ്യേണ്ട ടൂർണമെൻറ്റ് എക്സ്പെൻസസ് 90,000 കൊടുക്കുക. കാരണം നമ്മുടെ ഈ പാർട്ടിലെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ടൂർണമെൻറ്റ് എക്സ്പെൻസസ് 90,000 വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ട്രീറ്റ്മെൻറ്റ് എന്നല്ല ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് എക്സ്പെൻസസിൻ്റെ സ്ഥാനത്ത് 15,000 മാറ്റി 90,000 ആക്കുക. ലെസ് ടൂർണമെൻറ്റ് എക്സ്പെൻസസ് 90,000, ബാലൻസ് 5,000 ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നേരത്തെ നമ്മൾ എ പാർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് എൻ്റർ ചെയ്തത്. ബട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ 5,000 ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബിക്കോസ് ടൂർണമെൻറ്റ് എക്സ്പെൻസസ് ഈസ് ഗ്രേറ്റർ ദാൻ ടൂർണമെൻറ്റ് ഫണ്ട്. അതായത് ടൂർണമെൻറ്റ് ഫണ്ട് ഇൻകംസൊക്കെ ആഡ് ചെയ്യുമ്പോൾ 85,000 ആണ് കിട്ടുന്നത്. അതിനേലും വലിയ എമൗണ്ടാണ് നമുക്ക് വന്നേക്കുന്ന ചിലവുകൾ, ടൂർണമെൻറ്റ് എക്സ്പെൻസസ്. അതുകൊണ്ടാണ് നമ്മൾ ചിലവുകൾ കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് നോക്കാം. എക്സ്പെൻഡിച്ചർ സൈഡ് ടൂർണമെൻറ്റ് ഫണ്ട് ആദ്യം എഴുതുക, അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള റിലേറ്റ് ചെയ്ത ഇൻകംസ് എല്ലാം ആഡ് ചെയ്യുക. റെസിപ്റ്റ് ഫ്രം ടൂർണമെൻറ്റ് 10,000, ഡൊണേഷൻ ടു ടൂർണമെൻറ്റ് 25,000, ടോട്ടൽ 85,000 കിട്ടും. അതിൽ നിന്നിട്ട് നമ്മൾ ടൂർണമെൻറ്റ് എക്സ്പെൻസസ് നമ്മുടെ ഇപ്പോൾ 90,000 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും 5,000. ഇത് എക്സ്പെൻഡിച്ചർ സൈഡിലാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇതുപോലത്തെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. സ്പെഷ്യൽ ഫണ്ടിൽ ഉൾപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ് മാച്ച് ഫണ്ട്. മാച്ച് ഫണ്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. മാച്ച് ഫണ്ട് 50,000 50,000 രൂപ. മാച്ച് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 50,000 ഇൻവെസ്റ്റ്മെൻറ്റും 50,000 രൂപ. ഇൻട്രസ്റ്റ് ഓൺ മാച്ച് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 4,500. ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പലിശയായി ലഭിക്കുന്നത് 4,500 രൂപ. ഡൊണേഷൻ ഫോർ മാച്ച് ഫണ്ട് 20,000. മാച്ച് ഫണ്ടിന് സംഭാവനയായി കിട്ടിയത് 20,000 രൂപ. സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ്സ് 30,000. ടിക്കറ്റ്സ് വിറ്റതിൽ നിന്ന് കിട്ടിയത് 30,000 രൂപ. മാച്ച് എക്സ്പെൻസസ് 72,500. മാച്ചിന് ചിലവായത് 72,500 രൂപ. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ, ഷോ ഹൗ ദിസ് ഐറ്റംസ് വിൽ അപ്പിയർ ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഈ ഐറ്റംസ് എങ്ങനെയായിരിക്കും വരുന്നതെന്നാണ്. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ എഫക്റ്റ് മാച്ച് എക്സ്പെൻസസ് ഈസ് ₹1,10,000. മാച്ച് എക്സ്പെൻസസ് 1,10,000 ആയാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ആദ്യം എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാം. ആദ്യം തന്നെ ഇതിൽ സ്പെഷ്യൽ ഫണ്ടായ മാച്ച് ഫണ്ട് എടുത്ത് എഴുതുക 50,000 രൂപ. അതിനുശേഷം അതുമായി റിലേറ്റ് ചെയ്തേക്കണ ഇൻകംസ് എല്ലാം ആഡ് ചെയ്യും. ആദ്യത്തെ ഇൻകം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ മാച്ച് ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് അവർക്ക് പലിശ കിട്ടുന്നതാണ് ആദ്യത്തെ ഇൻകമായിട്ട് മാച്ച് ഫണ്ടിനുമായി ബന്ധപ്പെട്ടേക്കണത്. അപ്പോൾ അത് 4,500 രൂപ എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് ഐറ്റം ഡൊണേഷൻ ഫോർ മാച്ച് ഫണ്ട്. മാച്ച് ഫണ്ടിന് സംഭാവനയായി 20,000 രൂപ കിട്ടി. അത് നമ്മുടെ ഇൻകമാണ്, അതുകൊണ്ട് അതും ആഡിൽ കൊടുക്കുക. നെക്സ്റ്റ് ആഡിൽ വരുന്നത് സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ്സ്. ടിക്കറ്റ്സ് വിൽക്കുമ്പോൾ അവർക്ക് 30,000 രൂപ വരുമാനമായി ലഭിക്കുന്നു. അതും ആഡിൽ കൊടുക്കുക. ഇത്രയും ഐറ്റംസാണ് ആഡിൽ വരുന്ന ഇൻകംസ്.
അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1,04,500 കിട്ടും. ഇതിൽ നിന്ന് എക്സ്പെൻസസ് മൈനസ് ചെയ്യാം. ലെസ് മാച്ച് എക്സ്പെൻസസ് 72,500. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 32,000. ഇതായിരിക്കും നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ എൻട്രി ചെയ്യേണ്ടത്. ബാലൻസ് ഷീറ്റിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു നോക്കാം. ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ മാച്ച് ഫണ്ട് 50,000, അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ഇൻകംസ് എല്ലാം ആഡ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ മാച്ച് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 4,500, ഡൊണേഷൻ ഫോർ മാച്ച് ഫണ്ട് 20,000, സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ്സ് 30,000. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 1,04,500 കിട്ടുന്നു. അതിൽ നിന്ന് മാച്ച് എക്സ്പെൻസസ് മൈനസ് ചെയ്യുക 72,500. അപ്പോൾ നമുക്ക് 32,000 കിട്ടുന്നു. അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നായിരുന്നു, അത് അസറ്റ് സൈഡിലേക്കും എൻറ്റർ ചെയ്യാം. എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു മെത്തേഡിൽ എഴുതിയാൽ മതി. ഒന്നില്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് വരച്ചെഴുതാം, അല്ലെങ്കിൽ വർക്കിംഗ് നോട്ട് പോലെ എഴുതി ആൻസറിൻ്റെ നേരെ ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി സൈഡിൽ നിന്ന് കൊടുത്താൽ മതി. ഈ ക്വസ്റ്റ്യനിൽ ഒരു ബി പാർട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നായിരുന്നു. അതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. വാട്ട് വിൽ ബി ദി എഫക്റ്റീവ് മാച്ച് എക്സ്പെൻസസ് 1,10,000. 1,10,000 ആണ് മാച്ച് എക്സ്പെൻസസ് എങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം എങ്ങനെയാണ് വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ചെയ്യാം. നേരത്തെ ചെയ്ത അതേ മോഡൽ തന്നെ മാച്ച് ഫണ്ട് 50,000 എഴുതുക, അതിൻ്റെ കൂടെ അതുമായി റിലേറ്റ് ചെയ്ത ഇൻകംസ് എല്ലാം ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1,04,500 കിട്ടും. അതിൽ നിന്ന് നമ്മുടെ ഇപ്പോഴത്തെ മാച്ച് എക്സ്പെൻസസ് എത്രയാണ്? 1,10,000 അല്ലേ? അപ്പോൾ അത് മൈനസ് ചെയ്യുക. ലെസ് മാച്ച് എക്സ്പെൻസസ് 1,10,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5,500. ഈ എമൗണ്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ്, അതായത് എക്സ്പെൻഡിച്ചർ സൈഡാണ് നമ്മൾ എൻറ്റർ ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. കാരണം മാച്ച് ഫണ്ടിൻ്റെ കൂടെ ഇൻകംസൊക്കെ ആഡ് ചെയ്താലും മാച്ച് എക്സ്പെൻസസ് ആണ് കൂടുതലായി നിൽക്കുന്നത്, ചിലവുകളാണ് കൂടുതലായി നിൽക്കുന്നതെങ്കിൽ അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്കാണ് എൻറ്റർ ചെയ്യേണ്ടത്. നമുക്കത് എൻറ്റർ ചെയ്യാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ മാച്ച് ഫണ്ട് 50,000 എഴുതി, അതുമായി ബന്ധപ്പെട്ട ഇൻകംസ് എല്ലാം ആഡ് ചെയ്തു. 1,04,500 കിട്ടി. അതിൽ നിന്ന് നമ്മൾ മാച്ച് എക്സ്പെൻസസ് 1,10,000 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് 5,500 കിട്ടി. ഇത്രയും ചെയ്തപ്പോൾ ബി പാർട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഈ പാർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നത് സ്പെഷ്യൽ ഫണ്ട്സിൻ്റെ ട്രീറ്റ്മെൻറ്റുകളായിരുന്നു. ടൂർണമെൻറ്റ് ഫണ്ട്, മാച്ച് ഫണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ വരുന്ന പ്രോബ്ലംസ് ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയായിരിക്കും ബാക്കി വരുന്ന സ്പെഷ്യൽ ഫണ്ട്സുകൾ ഏതൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു. ഏതൊക്കെയാണ്? പ്രൈസ് ഫണ്ട്, സ്പോർട്സ് ഫണ്ട്, ക്രിക്കറ്റ് ഫണ്ട്, ബിൽഡിംഗ് ഫണ്ട്. ടൂർണമെൻറ്റ് ഫണ്ടും മാച്ച് ഫണ്ടും എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയായിരിക്കും ബാക്കിയെല്ലാം. ഡൗട്ടുകൾ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.